പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, ഇന്നലെ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്ന ഒരു ബാക്ക് സ്റ്റേജ് ഫൈറ്റിൻ്റെ ഇടയിൽ ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ കണ്ണിന് ഇഞ്ചുറി പറ്റി എന്നുള്ളൊരു റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഡ്രൂ മാക്കിൻറ്റയറും റാൻഡി ഓർട്ടനും തമ്മിലുള്ള മത്സരം കഴിഞ്ഞതിന് ശേഷം ഡ്രൂ മാക്കിൻറ്റയർ ബാക്ക് സ്റ്റേജിലൂടെ നടന്നു വരികയും അവിടെ ഡാമിയൻ പ്രീസ്റ്റുമായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റേജ് ഫൈറ്റ് ഉണ്ടാകുകയും ചെയ്തു. ആ ഫൈറ്റിൻ്റെ അവസാനം ഡാമിയൻ പ്രീസ്റ്റ് ചോക്സ്ലാം എന്ന മൂവ് ഒരു കാറിൻ്റെ മുകളിലെ ചില്ലിലേക്കാണ് ഡ്രൂ മാക്കിൻറ്റയറിനെ ചെയ്യുന്നത്. അതിനുശേഷമുള്ള മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷെ അവിടെയൊന്നും ഡ്രൂ മാക്കിൻറ്റയറിന് ഇഞ്ചുറി പറ്റിയതായിട്ട് നമുക്ക് തോന്നിയില്ല. എന്നാൽ ഈ ഷോ അവസാനിച്ചതിന് ശേഷം ഡ്രൂ മാക്കിൻറ്റയർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അത് റിയൽ ഗ്ലാസ് ആയിരുന്നു തൻ്റെ കണ്ണിലേക്ക് കയറി എന്നുള്ളത്. ഇപ്പോൾ PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നതും ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ കണ്ണിലേക്ക് എന്തൊരു വസ്തു കയറിയിട്ടുണ്ട്, താരം ഐ പാച്ച് ഉപയോഗിച്ച് നടക്കുന്നതായിട്ടുള്ള ചില വാർത്തകളും അവർക്ക് ലഭിച്ചു എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അത് ഗ്ലാസ് അല്ല എന്നുള്ളതും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റെന്തോ ഒരു വസ്തു ആ ഒരു ഫൈറ്റിന് ഇടയിൽ ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ കണ്ണിലേക്ക് കയറിയതാണ്. അതിനെ തുടർന്ന് ചില പരിക്കുകൾ ഡ്രൂ മാക്കിൻറ്റയറിന് നേരിടേണ്ടി വന്നതായിട്ടും PW ഇൻസൈഡറിൻ്റെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ ഇഞ്ചുറി സീരിയസ് ആയിട്ടുള്ളതല്ല. ഡാമിയൻ പ്രീസ്റ്റിനെതിരെ അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റോറി തന്നെ മുന്നോട്ട് പോകും. റസൽമേനിയ 41 ഇരു റെസ്ലേഴ്സ് എന്നുള്ള ഒരു ഫൈറ്റും കാണാൻ സാധിച്ചേക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഇന്നലെ രാത്രിയോടുകൂടി പുറത്തേക്ക് വന്ന വമ്പൻ വാർത്ത, WWE ഇന്ത്യയിൽ വെച്ചിട്ട് ഒരു വമ്പൻ ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ്. 2026 2027 ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഷോ നമുക്ക് ഇന്ത്യയിൽ ലൈവായി കാണാൻ സാധിക്കുമെന്നുള്ളൊരു അപ്ഡേറ്റും WWE നിലവിലെ പ്രസിഡൻ്റായ നിക് ഗൻ ഉറപ്പ് നൽകുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറയുന്ന മാഗസീന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിലാണ് നിക് ഗൻ ഈ ഒരു വാർത്ത സ്ഥിരീകരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് വരാനുള്ള കാരണം ഇന്ത്യയിലെ സ്ട്രീമിംഗ് റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് മേടിച്ചതാണ്. നെറ്റ്ഫ്ലിക്സ് WWE ഇന്ത്യൻ ഡീല് വേണം എന്നുള്ളത് ചോദിച്ചു വാങ്ങിയതാണ്. കാരണം ഇന്ത്യൻ മാർക്കറ്റും ഇന്ത്യൻ വ്യൂവർഷിപ്പിനെ കുറിച്ചും WWE ആ ഒരു ആരാധക പിന്തുണയെക്കുറിച്ചും നെറ്റ്ഫ്ലിക്സിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എന്ന് പറയുന്ന മാർക്കറ്റ് നെറ്റ്ഫ്ലിക്സിന് വേണ്ടതാണ്. അപ്പോൾ അവരത് ഡീല് ചോദിച്ചു മേടിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ഡീല് നെറ്റ്ഫ്ലിക്സ് ഇത്രയും മുൻഗണന കൊടുത്ത് മേടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ ഒരിക്കലും ചെറുതായി കാണരുത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2026 2027 ഒരു ഫ്ലാഗ്ഷിപ്പ് ഷോ ഇന്ത്യയിൽ വെച്ചിട്ട് നടത്താനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് നിക് ഗൻ പറയുന്നത്. അപ്പോൾ ഒരു ടോപ്പ് പ്രീമിയം ലൈവ് ഇവൻറ്റ്, റോയൽ റംബിൾ, റസൽമേനിയ, സമ്മർ സ്ലാം, സർവൈവർ സീരീസ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ടോപ്പ് പ്രീമിയം ലൈവ് ഇവൻറ്റ് അല്ലെങ്കിൽ റോ പോലെയുള്ള ഒരു ടോപ്പ് വീക്ക്ലി എപ്പിസോഡ് അത് നമുക്ക് 2026 2027 WWE ഭാഗമായിട്ട് ഇന്ത്യയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മുൻപ് നടത്തിയ ഹൗസ് ഷോകൾ, സൂപ്പർ സ്റ്റാർ സ്പെക്റ്റുകൾ പോലെയുള്ള ഹൗസ് ഷോകൾ അത് ഇനി കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഒരു ടോപ്പ് പ്രീമിയം ലൈവ് ഇവൻറ്റ് ഇന്ത്യയിൽ വെച്ച് ലൈവായി നടത്തേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നിക് ഗൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് ഒരു ടോപ്പ് ഷോ ഇന്ത്യയിൽ വെച്ച് നടത്താനാണ് 2026 2027 പ്ലാൻ ചെയ്യുന്നത്. നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ആരാധകർ എത്രത്തോളം WWEക്ക് പിന്തുണ കൊടുക്കുന്നുണ്ടെന്ന് ലോക മാർക്കറ്റിനെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമായിട്ട് ആ ഒരു ഷോ മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ അപ്ഡേറ്റ്, CM പങ്ക്, ദ റോക്ക് തുടങ്ങിയവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പങ്കുവെച്ച ഒരു വീഡിയോ ഉണ്ട്. CM പങ്കിൻ്റെ എല്ലാ അവസരങ്ങളും ദ റോക്ക് നശിപ്പിക്കുന്നു എന്നുള്ളത്. CM പങ്ക് റസൽമേനിയ സീസൺ ആകുമ്പോൾ മെയിൻ ഇവൻറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു രീതിയിലേക്ക് സ്റ്റോറി പോകുന്ന സമയത്ത് അവിടെ റോക്ക് ഇടപെട്ടുകൊണ്ട് CM പങ്കിൻ്റെ ആ ഒരു സ്പോട്ട് ഇല്ലാതാക്കുന്നു. റോക്ക് CM പങ്കിൻ്റെ കരിയർ നശിപ്പിക്കുന്നതിന് വലിയ കാരണമായിട്ട് നിൽക്കുന്നുണ്ട്. അത് മുൻപും ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എന്താണ് യഥാർത്ഥത്തിൽ റോക്കിൻ്റെയും CM പങ്കിൻ്റെയും പ്രശ്നം എന്നുള്ളൊരു രീതിയിൽ ഒരു ടോപ്പിക്ക് ഒരു വീഡിയോ ആക്കി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെ സാക്ഷാൽ ദ റോക്ക് പോയിട്ട് കമൻറ്റ് ചെയ്തു. റോക്ക് പറയുന്നത് CM പങ്കിനും തനിക്കും ഇടയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. റസൽമേനിയ പോലെയുള്ള ഒരു ബിഗ്ഗസ്റ്റ് ഷോയുടെ മെയിൻ ഇവൻറ്റ് വരുന്നത് അത് ലോങ് ടേം സ്റ്റോറി അനുസരിച്ചും ലോങ് ടേമിലേക്കുള്ള ഞങ്ങളുടെ ഒരു ബിസിനസ്സിനെ കേന്ദ്രീകരിച്ചും കൊണ്ടാണ്. അല്ലാതെ ഷോർട്ട് ടൈം സ്റ്റോറിയോ ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു ലാഭത്തിനോ വേണ്ടിയിട്ടല്ല റസൽമേനിയയിലെ ഒരു മെയിൻ ഇവൻറ്റ് മത്സരം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾക്കിടയിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല. ഇത് പറഞ്ഞ നീയാണ് യഥാർത്ഥ കോമാളി എന്നുള്ളൊരു വമ്പൻ മറുപടിയും ആ ആരാധകന് ദ റോക്ക് കൊടുക്കുന്നുണ്ട്. 2013 റോയൽ റംബിൾ പേപ്പർ വ്യൂവിൽ
CM പങ്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റോക്ക് ചാമ്പ്യൻ ആകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചതാണ്. അന്ന് മുതൽക്കേ CM പങ്കിനും റോക്കിനും ഇടയിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു വാർത്തകളൊക്കെ വന്നിരുന്നു. അത് വിശ്വസിച്ചിരുന്ന കൂട്ടുകാരും ഉണ്ടായിരുന്നു. എന്നാൽ 2023 അവസാനത്തോടു കൂടി CM പങ്ക് WWEയിലേക്ക് തിരികെ വന്നപ്പോൾ CM പങ്കും ദ റോക്കും തമ്മിലുള്ള ബാക്ക് സ്റ്റേജ് ഫോട്ടോസിൽ ഇരുവരും ഭയങ്കര അടുത്ത സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇവർക്കിടയിൽ നിലവിൽ പ്രശ്നങ്ങളില്ല എന്നും മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഏകദേശം ഉറപ്പായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ അവർക്കിടയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ആ പ്രശ്നങ്ങൾ ഇല്ലാത്തത് ഉണ്ടാക്കാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ട എന്നുള്ളതും റോക്കിൻ്റെ മറുപടിയിൽ ഇൻഡയറക്റ്റായി അദ്ദേഹം കൊടുക്കുന്ന ഒരു വാർണിംഗ് ആണ്. റസൽമീനിയ മെയിൻ ഇവൻ്റായിട്ട് റസൽമീനിയ 41 CM പങ്കിന് ആദ്യത്തെ ഒരു മത്സരം ലഭിക്കാൻ പോകുകയാണ്. അത് ആദ്യ ദിവസത്തിലെ മെയിൻ ഇവൻ്റ് ആയിരിക്കുമെന്നുള്ള ഒരു വാർത്തകളും നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. റോക്കും റസൽമീനിയ സ്റ്റോറിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ആക്റ്റീവായിട്ട് ഉണ്ട്. റോക്കും CM പങ്കും ഇനി ഒരിക്കൽ റിങ്ങിൽ ഏറ്റുമുട്ടുമോ എന്ന് അറിയില്ല. റോക്കിനെ ഇക്കഴിഞ്ഞ എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷം CM പങ്ക് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ ഒരു സ്റ്റോറിക്കുള്ള സാധ്യത തുറന്നു വന്നിട്ടുണ്ടെങ്കിലും ഇരുവരും ഇനി ഏറ്റുമുട്ടുന്നതിൻ്റെ സാധ്യത നമുക്ക് തീരെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അവസാനമായി പങ്കുവെക്കാനുള്ള ഒരു അപ്ഡേറ്റ് സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ചില വീഡിയോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആരാധകർ പകർത്തിയ ഒരു വീഡിയോയിൽ നിന്ന് കോൺട്രാക്ട് സൈനിങ് സെഗ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം CM പങ്ക് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതും അതിന് പിന്നാലെ സെത്ത് റോളിൻസും റോമൻ റീൻസും തമ്മിൽ ചില വാക്കുതർക്കം ഉണ്ടാകുന്നതും തുടർന്ന് സെത്ത് റോളിൻസ് റിങ്ങ് വിട്ട് പോകുന്നതും റോമൻ റീൻസ് അതിന് പിന്നാലെ മ്യൂസിക്കൊക്കെ ഇട്ടുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. റോമൻ റീൻസ് പോകുന്ന സമയത്ത് റോമൻ റീൻസ് വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് പോകുന്നത്. കൂടാതെ റോമൻ റീൻസ് പിറുപിറുത്തുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. റോമൻ റീൻസിന് ഒരു കാര്യം നമുക്ക് ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. റോമൻ റീൻസ് ഒട്ടും തൃപ്തനല്ല. ചിലപ്പോൾ CM പങ്ക് പറഞ്ഞ അവസാന ആ ഒരു വാക്ക് അത് റോമൻ റീൻസിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. പോൾ ഹേമൻ അദ്ദേഹത്തിന് ഓഫർ ചെയ്ത ഫേവർ റസൽമീനിയ മെയിൻ ഇവൻ്റ് അല്ല, അത് ഇനിയും ബാക്കിയാണ് എന്നുള്ളത് CM പങ്ക് പറഞ്ഞപ്പോൾ അതൊരു ഞെട്ടലാണ് റോമൻ റീൻസിൻ്റെ മുഖത്തും പോൾ ഹേമൻ്റെ മുഖത്തും ഉണ്ടാക്കിയത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പോൾ ഹേമൻ CM പങ്കിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ള ഒരു ഫേവർ എന്നുള്ളത് റോമൻ റീൻസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഏറെ കാലമായിട്ട് CM പങ്ക് പറഞ്ഞു വരുന്ന റസൽമീനിയ മെയിൻ ഇവൻ്റ് സ്പോട്ട് അത് റോമൻ റീൻസും പോൾ ഹേമനും കൂടി CM പങ്കിന് കൊടുത്തപ്പോൾ പോൾ ഹേമൻ്റെ ആ ഒരു ഫേവർ അവസാനിച്ചു എന്നാണ് റോമൻ റീൻസും ഹേമനും വിചാരിച്ചത്. പക്ഷേ അത് അവസാനിച്ചിട്ടില്ല എന്നുള്ളത് CM പങ്ക് പറഞ്ഞപ്പോൾ മാത്രമാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനെ തുടർന്നുള്ള വലിയ ദേഷ്യപ്പെട്ടിട്ടുള്ള റോമൻ റീൻസിൻ്റെ ആ ഒരു ഭാഗമാണ് നമുക്ക് ആ ഒരു വീഡിയോയിൽ വളരെ കൃത്യമായി കാണാൻ സാധിക്കുന്നത്. എന്തായാലും റോമൻ റീൻസ് ഇതിനെ തുടർന്ന് ഇനി CM പങ്കിനെ മുഖത്തോട് മുഖം കാണുമ്പോൾ ഒരു അടിയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടി അവസാനം ഫിസിക്കലായിട്ടുള്ള ഒരു ഫൈറ്റിലേക്കും ഇരുവരും എത്താൻ സാധ്യതയുണ്ട്. സ്റ്റോറി അങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി CM പങ്കിൻ്റെ ഫേവർ എന്ത്, പോൾ ഹേമൻ എന്ത് സഹായമാണ് CM പങ്കിന് കൊടുക്കാൻ ബാക്കിയുള്ളത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്റ്റോറിയിൽ ഇനി ക്യൂരിയോസിറ്റി നിർത്തുന്ന ചോദ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഉത്തരം ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.